प्राचीन देश है. यूनान ഒരു പ്രാചീന ദേശമായിരുന്നു. बहुत पुराने समय की बात है कि वहाँ एक राजा राज करता था जिसका नाम मीदास था. വളരെ പഴയ സമയത്ത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മീദാസ് എന്നായിരുന്നു. വഹ ബഹുത് ലാലച്ചി ഥ, അയാൾ വളരെ അത്യാഗ്രഹിയായിരുന്നു. മീദാസ് മാത്ര ദോ ചീസോं को प्रेम करता था. അയാൾ രണ്ട് വസ്തുക്കളെയാണ് ആകെ സ്നേഹിച്ചിരുന്നത്. ഉസ്മേം പ്രഥം സോന ഔർ ദൂസരെ സ്ഥാൻ പർ ഉസ്കി ഇക്ലൗതി പുത്രി ഥി. അതിൽ ഒന്നാം സ്ഥാനം സ്വർണ്ണത്തിന്, രണ്ടാം സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഏകപുത്രിക്ക്. അദ്ദേഹത്തിന് സ്വർണം ശേഖരിച്ചു കൂട്ടാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. ഉസ്കാ രാജ്കോഷ് സ്വർണ്ണസേ ഭരാ ഹുവാ ഥ, അയാളുടെ ഖജനാവ് സ്വർണം കൊണ്ട് നിറഞ്ഞിരുന്നു. ഉസ്മേ സ്വർണ്ണ ആഭൂഷൺ, സ്വർണ്ണ മൂർത്തിയാം, സോനെ കെ സിക്കെ ഏവം ഹീരെ ജവാഹരാത്ത് ആദി ഠൂസ് ഠൂസ് കർ ഭരേ ഥേ. അവിടെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണത്തിൻ്റെ പ്രതിമകളും സ്വർണ്ണത്തിൻ്റെ നാണയങ്ങളും വജ്രം കൊണ്ടുള്ള മറ്റു ആഭരണങ്ങളും എല്ലാം നിറഞ്ഞിരുന്നു. ഇതനെ സ്വർണ്ണസേ ഭി ഉസ്കാ മൻ നഹീ ഭര. വഹ സോത്തെ ജാഗത്തെ ഹർ സമയ സോന പ്രാപ്ത് കർനെ കെ സപ്നെ ദേഖാ കർത്താ ഥ. ഉസ്കാ ലാലച്ച് ദിനോ ദിൻ ബഡ്താ ജാ രഹാ ഥ. ഇതുകൊണ്ടൊന്നും അയാൾ മതിയായില്ല. ഊണിലും ഉറക്കത്തിലും അയാൾ സ്വർണം കൈക്കലാക്കുന്നത് സ്വപ്നം കണ്ടു. അയാളുടെ അത്യാഗ്രഹം ദിവസവും വർദ്ധിച്ചു വന്നു. ഉസ്സെ അപ്നെ കോഷാഗാർ കി അത്യധിക ചിന്താ രഹതി ഥി. അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ഖജനാവിനെ കുറിച്ച് വളരെ ചിന്തയായിരുന്നു. വഹ പ്രാതകാൽ ഹോത്തെ ഹി അപ്നെ കോഷാഗാർ മേ പഹുഞ്ച് ജാത്ത ഔർ വഹാം ബൈഠ് കർ സ്വർണ്ണ മുദ്രായം ഗിന്നെ ലഗ്ത. അയാൾ അതിരാവിലെ തന്നെ ഖജനാവിലെത്തും. അവിടെ ഇരുന്ന് സ്വർണ്ണ മുദ്രകളെല്ലാം എണ്ണാൻ തുടങ്ങും. ഏക് ദിൻ വഹ സ്വർണ്ണസെ ബനി വസ്തുവെൻ ഗിൻ രഹാ ഥ തഭി ഏക് ദേവദൂത് വഹാം ആയ. ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദൂതൻ അവിടെ എത്തി. ഉസ്നെ മീദാസ് സെ കഹാ, ഹേ രാജൻ, ആപ് തോ ബഹുത് ധനവാൻ ഹേ, ആപ്കെ പാസ് തോ അപാർ സോന ഹേ. അപ്പോൾ അദ്ദേഹം മീദാസിനോട് പറഞ്ഞു, ഹേ രാജാവേ, നിങ്ങൾ വളരെ ധനവാനാണല്ലോ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്വർണ്ണമുണ്ടല്ലോ. അപ്പം മീദാസിനെ മുഖ് ബനാക്കർ കഹാ, മീദാസ് മുഖം കൂർപ്പിച്ച് പറഞ്ഞു, അരേ മേ കഹാ ധനവാൻ ഹൂ, ഞാനെവിടെയാ ധനവാൻ, മേരെ പാസ് കഹാ സ്വർണ്ണ ഭണ്ഡാർ ഹേ, എൻ്റെ അടുത്ത് എവിടെയാണ് സ്വർണ്ണ ഭണ്ഡാരം, കാശ് മുझे കഹി സെ തോടാ സോന ഓർ മിൽ ജാത്ത, എനിക്ക് എവിടുന്നെങ്കിലും കുറച്ചും കൂടെ സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ദേവദൂത് രാജാ സെ ബോല, ദേവദൂത് രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ആപ്കാ രാജകോഷ് സ്വർണ്ണ സെ ഭരാ ഹുവാ ഹേ, ഫിർ ഭി ആപ്കോ തൃപ്തി നഹി ഹേ. സ്വർണ്ണം കൂടെ നിറഞ്ഞിട്ട് നിങ്ങൾക്ക് തൃപ്തിയില്ലല്ലോ. അച്ഛാ ബതായിയേ, ഔർ കിത്തന സോന ചാഹിയേ ജിസ്സെ ആപ് പ്രസന്ന രഹ സകേ. എന്നാൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഇനി എത്രയും കൂടെ സ്വർണ്ണം കിട്ടിയാൽ നിങ്ങൾ പ്രസന്നവാനാകും. മീദാസ് ബോല, മേരി ഇച്ഛാ ഹേ കി മേ ജിസ് വസ്തു കോ സ്പർശ് കരൂം വഹ സോനെ കി ബൻ ജായേ. എൻ്റെ ആഗ്രഹം ഇതാണ്, ഞാൻ ഏത് വസ്തു തൊട്ടാലും അത് സ്വർണ്ണമായി മാറണം. ദേവദൂത് ने कहा, हे राजन, आपकी मनोकामना अवश्य पूरी होगी. രാജാവേ, നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും. കൽ സൂര്യോദയക്ക് പശ്ചാത് അബ് ജിസ് വസ്തു കോ സ്പർശ് കരേങ്കെ വഹ സോനെ കി ബൻ ജായേഗി. നാളെ സൂര്യോദയത്തിന് ശേഷം നിങ്ങൾ ഏത് വസ്തു തൊട്ടാലും അത് സ്വർണ്ണമായി മാറും. യഹ് സുൻകർ രാജ ഫൂലാന സമയ. ഫൂലാന സമയ എന്നുള്ളതൊരു മുഹാവരയാണ്, പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം അത്യധിക പ്രസന്ന ഹുവ, വളരെ സന്തോഷവാനായി എന്നുള്ളതാണ്. ഉസ്നെ പലട്കർ ദേഖാത്തോ ദേവദൂത് അന്തർധാൻ ഹോ ചുക്കാ ഥ. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ദേവദൂതൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അന്തർധാൻ ഹോ ചുക്ക എന്നുള്ളതും ഒരു മുഹാവരയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്രത്യക്ഷനായി കഴിഞ്ഞു, ഗായബ് ഹോ ഗയി ഥി. उसे पूर्ण विश्वास था कि उसे दिव्य शक्ति प्राप्त हो चुकी है. प्रसन्नता और उत्सुकतावश वह रात भर सो न सका. അപ്പോൾ ദിവ്യശക്തി കിട്ടിയെന്ന കുറച്ച് വിശ്വാസത്തിൽ സന്തോഷവും ഉത്സുകതയും കൊണ്ട് അദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിച്ചില്ല. അഗ്ലേ ദിൻ പ്രാതകാൽ വഹ് ജൽദി ഉഠ് ഗയ, സൂര്യോദയ की प्रतीक्षा में कमरे की खिड़की के सामने खड़ा हो गया. അദ്ദേഹം രാവിലെ നേരത്തെ എണീറ്റു, എന്നിട്ട് സൂര്യോദയം കാത്ത് ജനാലയുടെ അരികിൽ കാത്തു നിന്നു. जैसे ही सूर्य की प्रथम रश्मि उसके कक्ष में आई, वह अपने हाथों को चूमते हुए खुशी से चूमने लगा. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പതിച്ചപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ കൈകൾ ചുംബിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് വട്ടം കറങ്ങി. अचानक उसका हाथ पास में रखी हुई एक कुर्सी से टकरा गया. उसके हाथ के स्पर्श से कुर्सी सोने की बन गई. अब राजा की प्रसन्नता का ठिकाना ना था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ അറിയാതെ തട്ടി അടുത്തിരുന്നൊരു കസേര സ്വർണ്ണമായി മാറി. അപ്പം അദ്ദേഹത്തിൻ്റെ സന്തോഷം ഇനി വർണ്ണിക്കാനാവുന്നതായിരുന്നില്ല. अपने मंत्रियों और परिजनों आदि को बताने के लिए वह दौड़ा दौड़ा उद्यान में पहुंच गया. മന്ത്രികളോടും പരിവാരങ്ങളോടും പറയാൻ അദ്ദേഹം ഓടി ഉദ്യാനത്തിലെത്തി. वह जिस पेड़ पौधे पुष्पों आदि को हाथ से स्पर्श करता वही सोने का बन जाता. അദ്ദേഹം ഏതൊക്കെ മരങ്ങളും ചെടികളും പൂക്കളും തൊട്ടുവോ അതൊക്കെ സ്വർണ്ണമായി മാറി. ധീരെ ധീരെ പൂരാ ഉദ്യാൻ ഹരിയാലി കെ സ്ഥാൻ പർ സോനെ കാ ബൻ ഗയ. പതുക്കെ പതുക്കെ മുഴുവൻ ഉദ്യാനവും സ്വർണ്ണവർണ്ണമായി മാറി. ഉസ്കി ആഭാസെ രാജാ കി ആംഖേൻ ചൗന്ധിയാ ഗയി. ഇതിന്റെ തിളക്കം കൊണ്ട് രാജാവിന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു. മധ്യാഹ്ൻ ഹോ ഗയ, രാജാ കെ വസ്ത്ര സോനെ കെ ബൻ ഗയെ, ജിസ്കെ വജൻ സെ വഹ് ചൽ നഹി പാ രഹാ ഥ. ഉച്ചയായി. അപ്പോഴേക്കും രാജാവിന്റെ വസ്ത്രങ്ങൾ സ്വർണ്ണമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇത് കാരണം അദ്ദേഹത്തിന് നടക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
वह भूख प्यास से व्याकुल था. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടായി. वह राज दरबार में लौट आया. അദ്ദേഹം രാജകൊട്ടാരത്തിൽ തിരിച്ചെത്തി. अपने सिंहासन पर बैठ गया. സിംഹാസനത്തിലിരുന്നു. उसने सेवक को बुलाकर आदेश दिया कि वह उसके लिए भोजन का प्रबंध करे. അദ്ദേഹം സേവകനോട് ഭക്ഷണത്തിനുള്ള ആഹ്വാനം ചെയ്തു. सेवक राजा के आदेशानुसार अनेक प्रकार के स्वादिष्ट व्यंजन ले आया और राजा के सामने मेज पर उन्हें सजा दिया. രാജാവ് പറഞ്ഞതുപോലെ തന്നെ ഭൃത്യൻ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് മേശയിൽ അലങ്കരിച്ചു. राजा ने जैसे ही मिठाई को स्पर्श किया वह सोने की चमचमाती मिठाई बन गई. പക്ഷേ രാജാവ് മിഠായി സ്പർശിച്ചപ്പോൾ തന്നെ അത് തിളങ്ങുന്ന സ്വർണ്ണം കൊണ്ടുള്ള മിഠായിയായി മാറി. इस प्रकार थोड़ी ही देर में मेज पर रखे सभी व्यंजन और पकवान सोने के रूप में चमकने लगे. ഇങ്ങനെ അല്പസമയത്തിനകം തന്നെ മേശയിലുണ്ടായിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും സ്വർണ്ണമായി മാറി. രാജ ഛൂഞ്ചലാത്തെ ഹുയി അപ്നെ സേവക് സെ ബോല. ഭ്രാന്ത് പിടിച്ച രാജാവ് സേവകനോട് പറഞ്ഞു, സുനോ യഹ് പാനി സെ ഭര ഗിലാസ് ഉഠാക്കർ മുझे ദേ ദോ. നോക്കൂ, കേൾക്കൂ, ഈ വെള്ളം കൊണ്ട് നിറച്ച ഗ്ലാസ് എനിക്ക് എടുത്തു തരൂ എന്ന് പറഞ്ഞു. സേവക് ने पानी से भरा गिलास राजा को दिया. जैसे ही राजा ने गिलास पकड़ा वह सोने का बन गया. രാജാവ് പക്ഷേ ഗ്ലാസ് പിടിച്ചപ്പോൾ അത് സ്വർണ്ണമായി മാറി. राजा के सामने सोने की मेज पर सोने के व्यंजन, सोने की मिठाइयाँ, सोने का पानी, सोने की रोटियाँ, सोने की सब्जियाँ आदि रखी थी. लेकिन वह भूखा था और प्यास से उसका कंठ सूख रहा. രാജാവിൻ്റെ മുൻപിൽ സ്വർണം കൊണ്ടുള്ള വ്യഞ്ജനങ്ങൾ, മിഠായി, പാനി, വെള്ളം, റൊട്ടിയാം, സബ്ജിയാം, പച്ചക്കറികൾ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും രാജാവ് വിശന്നിരുന്നു. അതുപോലെ ദാഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടുപോയി. വഹ് റോനെ ലഗ. അദ്ദേഹം കരയാൻ തുടങ്ങി. उसके रोने की आवाज़ सुनकर उसकी लाडली बेटी वहाँ माँ पहुंची और अपने पिता की गोद में बैठ गई. അദ്ദേഹം കരയുന്ന ശബ്ദം കേട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രി ഓടിയെത്തി പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്നു. രാജാനെ ജൈസെ ഹി ഉസെ പകടാ ഉസ്കി പ്യാരി ബേട്ടി സോനെ കി മൂർത്തി ബൻ ഗയി. പക്ഷേ രാജാവ് തൊട്ടപ്പോൾ മകൾ ഒരു സ്വർണ്ണ പ്രതിമയായി മാറി. യഹ് ദേഖ്കർ വഹ് ചീഖ്നെ ലഗ. ഇത് കണ്ട് അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ചീഖ്തെ ചീഖ്തെ വഹ് ധർത്തി പർ ഗിർപട. കരഞ്ഞ് കരഞ്ഞ് അയാൾ നിലത്തു വീണു. ദേവദൂത് ഛിപ്കർ യഹ് ദൃശ്യ ദേഖ് രഹാ ഥാ. ദേവദൂതൻ ഒളിഞ്ഞിരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഉസ്കെ മൻ മേ ദയാ ക ഭാവ് ജാഗ് ഗയ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദയയുടെ ഭാവം ഉണർന്നു. വഹ് പ്രകട് ഹുവാ ഔർ ബോല. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഉഠോ രാജൻ, ആപ് ദുഃഖി ക്യോ ഹേ? ഇപ്പോഴെന്തിനാണ് സങ്കടപ്പെടുന്നത്? ആപ്കി മനോകാമന പൂർണ്ണ ഹോ ചുക്കി ഹേ. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചല്ലോ. ആപ്കെ ചാരോ മോർ സോനാ ഹി സോനാ ഹേ. നിങ്ങളുടെ ചുറ്റുപാടും സ്വർണം തന്നെയാണ്. ആംഖേं खोलकर एक बार तो देखिए. കണ്ണു തുറന്നു നോക്കൂ. രാജാനെ ആംഖേं खोली तो देखा देवदूत उनके सामने खड़ा था. രാജാവ് കണ്ണു തുറന്നപ്പോൾ ദേവദൂതൻ അടുത്ത് നിൽക്കുന്നത് കണ്ടു. രാജാ ലഡ്ഖടാത്തെ ഹുയെ ഖടാ ഹുവാ ഔർ ഹാത്ത് ജോഡ്കർ ബോല. രാജാവ് തപ്പി തടഞ്ഞെണീ കൈകൂപ്പി പറഞ്ഞു, ദേവദൂത് ആപ് മുझे ക്ഷമ കർ ദീജിയെ. ദേവദൂതൻ എന്നോട് ക്ഷമിക്കണം. കൃപയാ അപ്ന വരദാൻ വാപ്പസ് ലേ ലീജിയെ. നിങ്ങളുടെ വരദാനം ദയവ് ചെയ്ത് തിരിച്ചെടുക്കണം. മേരി ആംഖേं ഖുൽ ഗയി ഹേ. എൻ്റെ കണ്ണുകൾ ഇപ്പോൾ തുറന്നു. അപ്പോൾ മുझे സോന നഹി ചാഹിയെ. എനിക്കിപ്പോൾ സ്വർണം ആവശ്യമില്ല. देवदूत बोला, हे राजन, अब आप ही बताइए कि एक गिलास पानी अधिक मूल्यवान है या फिर चमकता हुआ सोने का गिलास. ഒരു ഗ്ലാസ് വെള്ളമാണോ അധികം മൂല്യത്തായത് അതോ സ്വർണ്ണം കൊണ്ടുള്ള ഒരു ഗ്ലാസോ? आपकी पुत्री आपको अधिक प्यारी है या फिर सोने की यह मूर्ति. നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതോ ഈ സ്വർണ്ണ പ്രതിമയോ? मीदास ने रूंधे हुए कंठ से कहा. मीदाസ് ഗദ്ഗതത്തോടെ പറഞ്ഞു, ഹേ ദേവദൂത്, മുझे സോന നഹി ചാഹിയെ. ദേവദൂത, എനിക്ക് സ്വർണം വേണ്ട. मैं पहले सुखी था. എനിക്ക് ആദ്യമേ സുഖം ഉണ്ടായിരുന്നു. अब मैं समझ चुका हूँ. ഇന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി कि सोने के बिना मनुष्य जीवन व्यतीत कर सकता है परंतु भोजन जल और प्रियजनों के बिना नहीं. സ്വർണ്ണമില്ലാതെയും ജീവിതം മുന്നോട്ട് പോകൂ, എന്നാൽ ഭക്ഷണമോ വെള്ളമോ പ്രിയജനങ്ങളോ ഇല്ലാതെ പറ്റില്ല. देवदूत ने एक पुष्प पानी में भिगोकर राजा को दिया और कहा कि यह पवित्र जल इन सभी वस्तुओं एवं अपनी पुत्री पर छिड़क दो. ये पहले की तरह हो जाएंगी. ദേവദൂതൻ ഒരു പൂവെടുത്ത് ഒരു വെള്ളത്തിൽ കുതിർത്ത് രാജാവിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ ജലം ഈ വസ്തുക്കളുടെ ഒക്കെ മേൽ തളിച്ചാൽ അവ പഴയതുപോലെ ആകുമെന്ന്. राजा ने जैसे ही उस पुष्प से जल छिड़का सभी वस्तुएं अपने पूर्व रूप में आ गई. പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും പൂർവ്വരൂപം തിരിച്ചു കിട്ടി. രാജാ की पुत्री पुनर्जीवित हो गई. രാജാവിൻ്റെ പുത്രിക്ക് പുനർജീവിതം ലഭിച്ചു. उसने आंखें खोली और वह अपने पिता के गले लग गई. അവൾ കണ്ണുകൾ തുറന്നു രാജാവിനെ കെട്ടിപ്പിടിച്ചു. राजा ने अपनी मंत्रियों से कहा. രാജാവ് മന്ത്രികളോട് പറഞ്ഞു, अपने देखा लालच का परिणाम कितना बुरा होता है. നിങ്ങൾ കണ്ടില്ലേ അത്യാഗ്രഹത്തിന്റെ പരിണാമം എത്ര മോശമാണെന്ന്. तभी एक मंत्री बोला, क्षमा करे महाराज, किसी ने सच ही कहा है कि लालच बुरी बला है. ക്ഷമിക്കണം മഹാരാജാവേ, ആരോ പറഞ്ഞത് ശരിയാണ്, അത്യാഗ്രഹം ആപത്ത്.